ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്നു. ഇന്ന് രാവിലെയാണ് ഈ വലിയ ദുര്യോഗം, ഈ ദുരന്തം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് രാവിലെ 5:30 മണിക്ക് ബാലരാമപുരം കോട്ടുകോണം എന്ന സ്ഥലത്ത്, ബാലരാമപുരം പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ, അവിടെ വീട്ടിലെ ഒരു 16 ദിവസം മരണപ്പെട്ട ഒരാളുടെ അടിയന്തരം നടക്കുകയാണ്. അത് അവിടുത്തെ NSSകാരും ഒക്കെ രാവിലെ വരുമ്പോൾ ആ വീട്ടിലെ 2.5 വയസ്സുള്ള കൊച്ചിനെ കാണാതെ പോയി. അത് പോലീസ് റിപ്പോർട്ട് ചെയ്ത് പോലീസ് വന്നു. ആ വീടിൻ്റെ സമീപത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ നോക്കി. കുട്ടി വീട്ടിൽ നിന്ന് പുറത്തോട്ടും പോയിട്ടില്ല, വെളിയിൽ നിന്ന് ആരും വന്നും കുട്ടിയെ കൊണ്ടുപോയിട്ടുമില്ല. ഏതായാലും വീടും പരിസരങ്ങളെല്ലാം നോക്കി. അവിടുത്തെ അവരുടെ കോമ്പൗണ്ടിലുള്ള കിണർ അതുകൂടെ നോക്കണമെന്ന് പറഞ്ഞു. ഏതായാലും ഫയർഫോഴ്സ് വന്നു. കിണറ്റിനകത്ത് കുട്ടിയുടെ മൃതദേഹം കിട്ടി. കുട്ടി രാവിലെ 5:30 മണിക്ക് കരഞ്ഞു എന്ന് കുട്ടിയുടെ അമ്മ ശ്രീതു എന്ന് പറയുന്ന സ്ത്രീ, അവരുടെ ഭർത്താവ് ശ്രീജിത്തുണ്ട്. അവരുടെ പിതാവിൻ്റെ 16-ാം ദിവസമായി മരണപ്പെട്ടിട്ട് 16 ദിവസമായിട്ട് അടിയന്തരം നടക്കുകയാണ്. അതുകൊണ്ട് ഭർത്താവ് വെളിയിലാണെങ്കിലും പല സ്ഥലത്തും ജോലിക്ക് പോകുന്ന ആളാണെങ്കിലും അയാളും അവിടെ വന്നിട്ടുണ്ട്. അയാളുണ്ട്, അയാളുടെ ഭാര്യ ശ്രീജിത്ത് എന്ന് പറഞ്ഞ അയാളും ഭാര്യ ശ്രീതു എന്ന് പറഞ്ഞ് ശ്രീതുവിൻ്റെ സഹോദരൻ ഹരികുമാർ അവിടുത്തെ അമ്പലത്തിലെ കഴകക്കാരനാണ്, അയാളും ഉണ്ട്. അവരുടെ അമ്മൂമ്മയുണ്ട്. ആ വീട് സാമ്പത്തികമായി നല്ല ഞെരുക്കത്തിലുള്ള വീടാണ്. പല പ്രശ്നങ്ങളും അവരുണ്ട്. അവർ താമസിക്കുന്ന വീടിന് താഴെ അവരുടെ കുടുംബ വീടുണ്ട്, അത് പൂട്ടിക്കിടക്കുകയാണ്. ഈ വീട്ടിലെ ഈ സ്ത്രീയുടെ അല്ലെങ്കിൽ ശ്രീതുവിൻ്റെ അപ്പനാണ് മരിച്ചത്. അതിൻ്റെ ചടങ്ങാണ് ഇന്ന് 16-ാം ദിവസം. ഏതായാലും NSSകാരും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുട്ടിയെ എല്ലാവരും തപ്പി അങ്ങനെ ഇവിടുന്ന് കണ്ടെടുത്തു. ആരാണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞത് എന്നുള്ളതാണ്. കുട്ടി തന്നെ പോകാൻ അങ്ങനെ ഒരു വാദഗതി വന്നു. വീട്ടിൽ നിന്ന് 2 വയസ്സുള്ള കുട്ടിയാണ്, നടന്നു പോവില്ല. കിണറിന് അരയാൽ പൊക്കത്തിൽ ഭിത്തിയുണ്ട്, ചുറ്റും അതും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം നടക്കില്ല എന്ന് മനസ്സിലായി. കുട്ടിയെ ജീവനോടെ കിണറ്റിലെറിയുകയോ അല്ലെന്നുണ്ടെങ്കിൽ കുട്ടിയെ കൊന്നിട്ട് കിണറ്റിലെറിയുകയോ ചെയ്തിട്ടുണ്ടാവാം. ഏതായാലും ആ വീട്ടിൽ വെളുപ്പിനെ 5 മണിക്ക് ഈ കുട്ടിയുടെ അമ്മാവനായ 25-26 വയസ്സുള്ള കഴകക്കാരന് അമ്പലത്തിൽ പോകുന്നയാൾ, അയാളുടെ മുറി തീ കത്തി. ഒരു തീ കത്തലുണ്ടായി, പുള്ളിയുടെ കട്ടിൽ കത്തി. ഏതായാലും അത് തല്ലിക്കെടുത്തി അവരെല്ലാം. അപ്പോൾ ആ മുറിയിൽ മണ്ണെണ്ണയുടെ മണമുണ്ടായി. അപ്പം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു എന്ന് ക്ലിയറായി. ദുരൂഹത നിറഞ്ഞ ആ സ്ഥലത്താണ് നെയ്യാറ്റിൻകര DYSPയും അവിടുത്തെ ബാലരാമപുരം SHOയും പോലീസും എല്ലാം ഉണ്ട്. എന്തായാലും ഈ കേസിൻ്റെ അന്വേഷണത്തിൽ കുട്ടിയെ കൊന്നത് അത് നടന്നു പോവില്ല എന്ന് ഉറപ്പായി. അതിനെ ജീവനോടെ കിണറ്റിലിട്ടെന്നും സംശയമായി. അത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പം ഡ്രൗണിങ് ആണോ അതോ ശ്വാസം മുട്ടിച്ച് കൊന്നതാണോ എന്ന് നമുക്കറിയാൻ പറ്റും. എന്തായാലും രാവിലെ മുതലേ വീട്ടുകാരെ തന്നെ സംശയമായി. അപ്പം വല്യമ്മയും ശ്രീതു എന്ന് പറയുന്ന അവരെയും അവരുടെ ബ്രദർ ഹരികുമാർ എന്ന് പറഞ്ഞ ഈ കുഞ്ഞു കൊച്ചിൻ്റെ അമ്മാവൻ, അവരെയും അവരുടെ ഭർത്താവ് ശ്രീജിത്തിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ തന്നെയാണ് കൊലയാളിയുള്ളതെന്ന് മനസ്സിലായി പോലീസിന്. അങ്ങനെ അവരെ ചോദ്യം ചെയ്തു. അവസാനം ഇപ്പം വെളിയിൽ വരുന്ന വിവരം ആ കൊച്ചിൻ്റെ അമ്മാവനായ ഹരികുമാർ തന്നെയാണ്. അയാൾ കുറ്റം സമ്മതിച്ചു എന്ന് പറയുന്നു. കുട്ടിയെ എടുത്ത് കിണറ്റിലിട്ടു എന്ന്. അതിനി പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിസൾട്ട് വന്നെങ്കിലേ നമുക്ക് ആ ഭാഗത്തെപ്പറ്റി കൃത്യമായിട്ട് അറിയാനൊക്കെയുള്ളൂ. ജീവനോടെ എടുത്തിട്ടോ, അങ്ങനെ വെള്ളം കുടിച്ച് കുട്ടി മരിച്ചോ, അതോ കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടാണോ ഇട്ടത്, അതോ കുട്ടിയെ സ്ട്രാങ്ങിൽ കഴുത്ത് കയറിട്ടങ്ങനെ മുറുക്കി കൊന്നോ. കാരണം ആ വീടിൻ്റെ സൈഡിൽ ഒരു കമ്പിയിൽ 3 കയറ് നോട്ടിട്ട് കിടപ്പുണ്ട്. സ്ലിപ്പ് നോട്ടാണ് അത്. അവിടെ തൂങ്ങാൻ പറ്റുമോ ഇല്ലെന്നുള്ള കാര്യം, പക്ഷേ അങ്ങനൊരു സംഭവം അവിടെ കിടപ്പുണ്ട്. അത് സംശയം ഉണർത്തുന്നുണ്ട്. വെളുപ്പിനെ 5 മണിക്ക് ശ്രീതു എന്ന് പറഞ്ഞ സ്ത്രീ എഴുന്നേറ്റ് അവരുടെ കൂടെ കിടന്ന മൂത്ത കുട്ടിയെ കക്കൂസി കൊണ്ടുപോയി. ഇളകുട്ടിയെ അന്നേരം അവർ പറഞ്ഞ ആദ്യത്തെ മൊഴി പറയുന്നത് ഭർത്താവിൻ്റെ അടുത്ത് കൊണ്ട് കിടത്തിയിട്ടാണ് അവർ ഈ കുട്ടിയെ കൊണ്ട് ബാത്റൂമിൽ പോയത്.
5:30 മണിയായപ്പം വല്യമ്മ അവരുടെ അമ്മ എടീ കൊച്ചിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞെന്ന് പറയുന്നു. കുട്ടിയെ നോക്കിയിട്ട് കണ്ടില്ല. ആ സമയത്താണ് അവിടുത്തെ അരികുമാറിൻ്റെ മുറിയിലെ തീകത്തിൽ നടക്കുന്നത്. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഒരു നിഴൽ പോലെ ഒരാൾ കിണറ്റിൻ്റെ അടുത്തൂടെ മാറുന്ന കണ്ടു എന്ന് ശ്രീതു പറഞ്ഞു. അത് സംശയാസ്പദമായി. എന്തായാലും വെളിയിൽ നിന്ന് ആരും വന്നില്ല. വീട്ടിലുള്ള 2 ആണുങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഈ കുഞ്ഞു കൊച്ചിൻ്റെ അമ്മാവനായ അരികുമാർ, മറ്റേ ഭർത്താവ് മാത്രമേ ഉള്ളൂ ശ്രീജിത്ത്. എന്തായാലും ആ വീട്ടിൽ തന്നെ ദുരൂഹത കൂടി. ഏതായാലും ഇയാൾ കുറ്റം സമ്മതിച്ചെങ്കിലും അമ്മയുടെ ഇയാളുടെ സഹോദരൻ്റെ അല്ലെങ്കിൽ ആ മരിച്ച കുട്ടിയുടെ അമ്മ അവരും സംശയാസ്പദ നിലയിലാണ്. അവർ മാസമായിട്ട് കുടുംബം മുഴുവൻ സൂയിസൈഡ് ചെയ്യാനുള്ളൊരു ശ്രമത്തിലായിരുന്നോ എന്ന് സംശയമുണ്ട്. ആ വീട്ടിലെ സാമ്പത്തികമായി വലിയ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് അതിൽ നിന്ന് മാറാൻ കഴിയാത്തൊരു ചുറ്റുപാടിൽ തന്നെയാണ്. പ്രത്യേക വരുമാനമൊന്നും ഇല്ല. ശ്രീതു എന്ന് പറയുന്നവർക്ക് ചെറിയ ജോലി എവിടെയോ ഉണ്ട്. അവർ പലരിൽ നിന്നും പണം വായ്പ വാങ്ങിച്ചിട്ടുണ്ട്. അത് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അവരുടെ കുടുംബ വീട്, പഴയ വീട് ഒരെണ്ണം പണയത്തിലായി ബാങ്കിലാണ്. അതും ഓപ്ഷനിലേക്ക് വന്നു കിടക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. പ്രത്യേക വരുമാനമില്ല. തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ കുടുംബം കഴിയുന്നത്. ഏതായാലും അടിയന്തരം മാറ്റിവെച്ചു. 16-ാം ദിവസത്തെ അടിയന്തരം മറ്റൊരു ദിവസത്തേക്ക് അവർ NSS മാറ്റിവെച്ചു. ഈ സംഭവത്തിന് ശേഷം കൊച്ചിനെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് മാറ്റിവെച്ചു. പക്ഷേ കൊച്ചിനെ ഇപ്പം കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം റിസൾട്ട് ഇനിയേ വരുള്ളൂ. ഈ ഒരു സംഭവം ആ വീട്ടിനകത്ത് തന്നെ ഒരു കുഞ്ഞു കൊച്ചിനെ ജീവനോടെ എറിഞ്ഞു കൊല്ലുകയും മറ്റുള്ളവരെല്ലാവരും കൂടെ ഒന്നിച്ച് സൂയിസൈഡ് ചെയ്യാനുള്ള ശ്രമമാണോ എന്ന് ആദ്യം മുതലേ അങ്ങനെ സംശയിക്കുന്നുണ്ട് പോലീസ്. അതുകൊണ്ടാണ് ആ കുട്ടിയുടെ അമ്മയും ഈ കേസിൽ പ്രതിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഇന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളെ ഇനി റിമാൻഡ് ചെയ്യും. മർഡർ കേസാണോ ഇല്ലയോ എന്ന് അപ്പം അറിയാം. കുട്ടി എന്തായാലും അവിടെ നടന്നു പോകത്തില്ല. അതിന് അരഭിത്തിയുണ്ട്. അതുകൊണ്ട് ആരെറിഞ്ഞാലും അതൊരു മർഡറാണ്. കുട്ടി മരിച്ചത് ട്രാവണിങ് തന്നെയായിരിക്കും വരുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ത്രോട്ടലിങ്ങോ കഴുത്ത് ഞെരിച്ചോ ആ കൊച്ചിനെ കൊന്നതാണെങ്കിൽ ആ റിസൾട്ടൂടെ വരും. ഏതായാലും വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിലാണ് ഈ കൊലപാതകം നടന്നത്. അത് ഇപ്പോഴത്തെ പോലീസിൻ്റെ അന്വേഷണത്തിൽ ദുരൂഹത കുറേയൊക്കെ മാറി അരികുമാറാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ അന്വേഷണം മുന്നോട്ട് പോകും തോറും ഇത് അല്പം കോംപ്ലിക്കേഷൻ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഈ ഒരു സംഭവം കേരളത്തിലെ പല കുടുംബങ്ങളിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുകയാണ്. വീടിനുള്ളിലുള്ളവർ തന്നെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുടുംബം അടച്ച് പല സ്ഥലങ്ങളിലും ദൈനംദിനം സാമ്പത്തിക പ്രശ്നത്തിലും ജീവിത രീതിയുടെ പുതിയ പ്രശ്നം കൊണ്ടും ഡ്രഗ്സിൻ്റെ പ്രശ്നം കൊണ്ടും മദ്യപാനം കൊണ്ടും പല കുടുംബങ്ങളും മാസമായിട്ട് ഒന്നിച്ച് ആത്മഹത്യ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം മാറി. കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം വയലൻസിലേക്ക് പോയി. സ്കൂളിലും കോളേജിലൊക്കെ കത്തിക്കുത്തൊക്കെ സർവ്വസാധാരണമായി. രാഷ്ട്രീയപരമായി ചേരി തിരിഞ്ഞ് പബ്ലിക് റോഡിൽ അവർ കൂട്ടം കൂടി അടിക്കുന്നതും വെട്ടുന്നതൊക്കെ നമുക്ക് കാണാം. അങ്ങനെയുള്ള ദൃശ്യങ്ങളെല്ലാം ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം പൊതുവെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം അത് രാഷ്ട്രീയ അതിപ്രസരം തന്നെ. അവരും തമ്മിലടിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ ഡ്രഗ്സിൻ്റെ ഉപയോഗവും മദ്യത്തിൻ്റെ ഉപയോഗവും കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് കുടുംബാന്തരീക്ഷം മുഴുവൻ മാറി. ഒന്ന് പറഞ്ഞാൽ അവർക്ക് ക്ഷമ എന്താണെന്ന് അറിയത്തില്ല, പേഷ്യൻസ് എന്താണെന്ന് അറിയത്തില്ല. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ തന്നെ വെട്ടും കുത്തും മാത്രമേ ഇപ്പോഴുള്ള തലമുറയ്ക്ക് അറിയുള്ളൂ. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 10, 40, 50 വയസ്സ് വരെ ഉള്ളവരെല്ലാം ഈ രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് അവരുടെ മനസ്സിൽ വരുന്നത്. ക്ഷമ എന്തെന്ന് അവർക്കറിയില്ല, പേഷ്യൻസ് എന്താണെന്ന് അറിയില്ല, അവർക്ക് ആത്മനിയന്ത്രണം പാലിക്കാൻ അറിയത്തില്ല. എല്ലാവരും ലക്ഷറി ലൈഫിലേക്ക് പോയി ദൈനംദിനം മദ്യപിക്കുകയും ദൈനംദിനം ഡ്രഗ്സ് അടിക്കുകയും അവരുടെ വരുമാനത്തിൻ്റെ 4 ഇരട്ടി 5 ഇരട്ടി പണം ചിലവാക്കുകയും ചെയ്യുന്ന അങ്ങനെ വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വെച്ചിട്ട് മാസമായിട്ട് പലരും ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുന്ന കാഴ്ചയാണ് കേരളം മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.